ഷാന, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നോൺ ബ്രേക്കിംഗ് സ്പേസ് അല്ലെങ്കിൽ നോൺ ബ്രേക്കിംഗ് ഐഫൺ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വേർഡ്സുകൾ അത് ഒരുമിച്ച് തന്നെ വരണം. അതിൻ്റെ ഇടയിൽ സ്പേസ് വന്നിട്ട് നെക്സ്റ്റ് ലൈനിലേക്ക് വരാൻ പാടില്ല. അത് ഒരേ ലൈൻ തന്നെ കാണേണ്ടി വരും. അങ്ങനെ വാക്കുകളെ നമ്മൾ എന്താ ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് നോക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കാം, യു ക്യാൻ പേസ്റ്റ് എന്ന് പറയുന്ന വേർഡ് നമുക്ക് ഒറ്റ ഇതിൽ തന്നെ ഒറ്റ ലൈനിൽ തന്നെ വരണം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇടയിലുള്ള ഈ ഒരു സ്പേസ് ഉണ്ടല്ലോ, ആ സ്പേസ് ഇടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, കൺട്രോൾ ഷിഫ്റ്റ് സ്പേസ് ഇടാം. ഓക്കെ, അപ്പോൾ അവിടെ സ്പേസ് വന്നു. ഓക്കെ, അപ്പോൾ ഇനി ഈ പറയുന്ന വേർഡ് എന്ത് ചെയ്യില്ല, ഒരുമിച്ചല്ലാണ്ട് വേറെ വേറെ ലൈനിലായിട്ട് കാണാൻ പറ്റില്ല. അത് നീ ഇപ്പോൾ എത്ര സൈസ് കൂട്ടിക്കഴിഞ്ഞാലും, അതായത് ഇതിൻ്റെ വലുപ്പം എത്ര കൂട്ടിയാലും ഒന്നാക്കി കഴിഞ്ഞാലും അത് ഇനി എപ്പോഴും ഒരുമിച്ചേ വരുള്ളൂ. യു ക്യാൻ പേസ്റ്റ് എന്ന് പറയുന്ന വേർഡ് ഒരുമിച്ച് ഒരേ ലൈൻ തന്നെ വരുള്ളൂ. ഓക്കെ, ഇതേപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഇയേഴ്സ് ഒക്കെ അടിക്കുകയാണെങ്കിൽ 2015 and 16 എന്നാണ് നമ്മൾ അടിക്കുക. ഓക്കെ, അപ്പോൾ ഈ 16 എന്നുള്ളത് നെക്സ്റ്റ് ലൈനിലാണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐഫൺ സെലക്ട് ചെയ്തിട്ട് അവിടെ എന്ത് കൊടുക്കുക, കൺട്രോൾ ഷിഫ്റ്റ് ഐഫൺ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ പിന്നീട് അതെന്ത് ചെയ്യും, ഒരുമിച്ച് മാത്രമേ വരത്തൂ. അപ്പോൾ ഇതുപോലുള്ള കമ്പ്യൂട്ടറിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സിന് വേണ്ടി ഫോസ്റ്റർ അക്കാദമിയുടെ പേജ് ഫോളോ ചെയ്യുക.